ഈ 41 സീറ്റുമായി വളരെ ചത്ത നിലയിൽ കിടന്ന UDF-നെ അന്ന് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ വരവോടുകൂടി പൊതുജനങ്ങളുടെ ഇടയിൽ പൊതു സംസാരം ഉണ്ടായിരുന്നത് ഇതോടുകൂടി കോൺഗ്രസും UDF-ഉം കഴിയുന്നു, 10 വർഷം ഭരണമില്ലാതെ പുറത്തു നിൽക്കാനുള്ള കെൽപ്പ് ആ മുന്നണിക്ക് ഉണ്ടാവില്ല എന്ന് പൊതുവായ ധാരണയുണ്ടായിരുന്നു. ആ ധാരണയെല്ലാം തിരുത്തിക്കൊണ്ട് തന്നെ ശ്രീ VD സതീശൻ്റെ നേതൃത്വം ആദ്യം വന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പും പിന്നെ ഈ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞു. അപ്പോൾ പൊതുജനങ്ങളിൽ ഒരു ധാരണയും വിശ്വാസവും വന്നു, ഇദ്ദേഹത്തിന് നയിക്കാനുള്ള ശക്തിയുണ്ട് എന്നുള്ള കെൽപ്പുള്ള നേതാവാണെന്നുള്ള ധാരണ ജനങ്ങളിൽ വരുത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും കൊണ്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ ധാരണയും ആ പിന്തുണയും ശ്രീ സതീശനൊപ്പം നിൽക്കുകയാണ്. ഇതിന് എതിരായി ഒരു തീരുമാനം, അത് രമേശ് ചെന്നിത്തലയായാലും ശ്രീ KC വേണുഗോപാലായാലും ഏത് ഓപ്ഷനിലേക്ക് അവർ പോയാലും അത് കൃത്യമായും ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഇടയിൽ അതൃപ്തി തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ KC വേണുഗോപാലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ അസംബ്ലിയിലേക്ക് വരേണ്ട തിരഞ്ഞെടുപ്പ് മത്സരിക്കേണ്ടി വരും. അത് 6 മാസത്തിനകത്ത് നടക്കും. അത് ചിലപ്പോൾ 4-5 മാസത്തിൽ തന്നെ നടക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരാൻ കഴിയുന്ന രണ്ട് മണ്ഡലങ്ങളാണ് അവർ കണ്ടുവച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒന്ന് ആലപ്പുഴയും മറ്റൊന്ന് ഇരിക്കൂറുമാണ്. അതായത് ഇരിക്കൂറിലെ സജി ജോസഫ് അദ്ദേഹത്തിൻ്റെ തന്നെ നോമിനിയെ പോലെ അവിടെ മത്സരിച്ച് രണ്ടാമത്തെ തവണ ഇപ്പോൾ വീണ്ടും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നൊരു മണ്ഡലമാണ്. UDF-ന് ഏത് കാലാവസ്ഥയിലും ജയിക്കാവുന്ന മണ്ഡലം. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം അഥവാ ഞാൻ ഈ പറഞ്ഞു വരുന്നതെല്ലാം അദ്ദേഹമാണ് സെലക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ അദ്ദേഹം ആ മണ്ഡലമായിരിക്കും തിരഞ്ഞെടുക്കുക എന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തട്ടകമായ ആലപ്പുഴ മണ്ഡലം, അതായത് AD തോമസ് എന്ന് പറയുന്ന യുവ നേതാവിന് അദ്ദേഹത്തിന് സീറ്റ് വാങ്ങിക്കൊടുക്കുന്നത് ശ്രീ KC വേണുഗോപാൽ മുൻകൈ എടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അയാളെ മാറ്റി അവിടെ മത്സരത്തിന് വന്നേക്കാം. പക്ഷേ അവിടെ മത്സരത്തിൽ വരികയാണെങ്കിൽ വളരെ വലിയ റിസ്ക്കിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. അത് ഇത്തവണ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചെങ്കിൽ പോലും അവിടെ ഇത്തരം അവസരത്തിൽ അതായത് VD സതീശനെ മാറ്റി നിർത്തി വേണുഗോപാൽ ഇവിടെ കെട്ടിയിറക്കപ്പെടുന്നു. ആ വേണുഗോപാൽ അവിടെ വന്ന് തിരഞ്ഞെടുപ്പ് നിന്നാൽ എനിക്ക് തോന്നുന്നു അവിടെ LDF-ൻ്റെ കയ്യിലിരുന്ന മണ്ഡലമാണത്. ആ മണ്ഡലം ഇത്തവണ ആ പയ്യൻ്റെ യൂത്ത് നേതാവിൻ്റെ പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ നമുക്കറിയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മറ്റേ ഈ നവകേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസ് മർദ്ദനവും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അയാൾ വളരെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായിരുന്ന UDF അനുകൂല തരംഗവും. എന്തുതന്നെയായാലും ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ അവിടെ ചെന്ന് വേണുഗോപാൽ മത്സരിച്ചാൽ പക്ഷേ അവിടെ പരാജയപ്പെടാനാണ് സാധ്യത. അവിടെ UDF അണികളല്ല, സാധാ പൊതുജനങ്ങൾ, അതായത് തികഞ്ഞ രാഷ്ട്രീയ നിലപാടുകളില്ലാത്തവർ പക്ഷേ തിരിഞ്ഞു വോട്ട് ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ റിസ്ക്കിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും അങ്ങനെ തിരഞ്ഞെടുപ്പാണെങ്കിൽ ഇരിക്കൂറായിരിക്കും അദ്ദേഹം തിരഞ്ഞെടുക്കുക എന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ. പിന്നെ ഇതെല്ലാമാണെങ്കിലും ഇവിടെ ഇപ്പോൾ UDF എടുക്കേണ്ട തീരുമാനം, അതായത് ഹൈക്കമാൻഡ് എടുക്കേണ്ട തീരുമാനം VD സതീശന് അനുകൂലമായി തന്നെ ആകണം എന്നുള്ളതാണ് പൊതുവികാരം. ആ പൊതുവികാരം തന്നെയാണ് എനിക്കും പങ്കുവയ്ക്കാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.